പിള്ളേരുടെ സ്കൂൾ തുറക്കാൻ വെറും 10 ദിവസം കൂടെ ബാക്കിയുള്ളൂ. ജൂൺ 20-നാണ് ഇവിടെ സ്കൂൾ തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം ബുക്സ് വാങ്ങാനായിട്ട് പോയി. ബുക്സും യൂണിഫോമും ഒക്കെ വാങ്ങണം. പക്ഷേ ഫസ്റ്റിലെ നമ്മൾ ബുക്ക് സ്റ്റോളിലേക്ക് വന്നു. ഞങ്ങൾ തിരക്ക് കുറഞ്ഞ സമയത്താണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാ ബുക്സും വാങ്ങാനായിട്ട് പറ്റി. എല്ലാ ബുക്സും ഈ ഒരു സ്റ്റോറിൽ അവൈലബിൾ ആണ്. ബുക്സ് ഒക്കെ വാങ്ങിയിട്ട് നേരെ യൂണിഫോം വാങ്ങാനായിട്ട് പോയി. അന്നൊരിക്കൽ പോയപ്പോൾ ഷോപ്പ് ക്ലോസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും അന്നത്തെ പണി കിട്ടണ്ടെന്ന് കരുതി നേരത്തെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വിട്ടു. ഇറങ്ങുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫുള്ള് കാറ് മൂടിയിരിക്കുവാണ്. ഏത് സമയവും മഴ പെയ്യാം. ഈ പോർട്ട് ബ്ലെയറിൽ എപ്പം മഴ പെയ്യും എപ്പം മഴ നിൽക്കും എന്നൊന്നും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഷോപ്പ് ഓപ്പൺ ആയിരുന്നു. എല്ലാ സ്കൂളിലെ യൂണിഫോം ഈ ഒരു സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതാണ് പിള്ളേരുടെ കെവിയിലെ യൂണിഫോം. 2 പേരുടെയും അളവിനനുസരിച്ചുള്ള യൂണിഫോം ആണ് എടുത്തിരിക്കുന്നത്. ഷോപ്പിൽ വെച്ച് തന്നെ 2 പേരുടെ യൂണിഫോം ഇട്ട് നോക്കി. കറക്റ്റ് അളവാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് 2 യൂണിഫോം എടുത്തത്. പിന്നീട് വീട്ടിൽ പോയിട്ടൊരു ടെൻഷനോ കൺഫ്യൂഷനോ ഒന്നും ഉണ്ടാവരുതല്ലോ എന്ന് കരുതി ഇട്ട് നോക്കി. 2 പേരുടെ ഇട്ട് നോക്കി. അതിൻ്റെ കൂട്ടത്തിന് തന്നെ ബെൽറ്റും സോക്സും ഒക്കെ വാങ്ങി. 2 പേഴ്സാണ് കേട്ടോ വാങ്ങിയത്. കാരണം ഒരു പേർ വാങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് കുളമാക്കിയിട്ടേ പിള്ളേർ സ്കൂളിൽ നിന്ന് കൊണ്ടുവരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ 2 പേഴ്സ് എല്ലാ വർഷവും വാങ്ങാറുണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് സ്കൂളിലെ യൂണിഫോംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നീട് വാങ്ങിയത് ഹൗസിൻ്റെ ട്രാക്സ് ആണ്. ടീഷർട്ട് വാങ്ങിയില്ല. കാരണം ടീഷർട്ട് സ്കൂൾ തുറന്നിട്ടേ വാങ്ങാവൂന്ന് പ്രത്യേകം സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഏത് ഹൗസാണെന്ന് അറിയാതെ നമുക്ക് വാങ്ങിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ട്രാക്സിന്റെ പാൻറ് വാങ്ങി. ട്രാക്സിന്റെ പാൻറ്റും ഇട്ട് നോക്കി അളവ് കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് 2 പേർക്കും എടുത്തത്. പിന്നീട് ഷൂ വാങ്ങാനായിട്ട് പോയി. അതും അളവ് നോക്കിയിട്ടാണ് എടുത്തത്. അത് പക്ഷേ 2 പേർക്കും ഓരോ പേഴ്സ് വെച്ചാണ് എടുത്തത്. കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഷൂ ആണ്. അതുകൊണ്ട് തന്നെ അധികം ഡാമേജ് വരത്തില്ല. പിന്നെ സോക്സ് വാങ്ങിച്ചു. അത് പക്ഷേ 2 പേഴ്സ് വെച്ചാണ് വാങ്ങിയത്. കാരണം അതും ഏകദേശം കുളവാക്കിയിട്ടൊക്കെ ആയിരിക്കും സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഷോപ്പിംഗ് എന്ന് പറയുന്നത്. ബാഗ്സ് ഒക്കെ നേരത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബൈ.